എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നടന്ന ഈസൽ മത്സരത്തിൽ 3-0 എന്ന സ്കോറിൽ പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റിയുടെ ഹോം തട്ടകത്തിൽ പോയി അവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നിർണായകമായ വിജയമാണ് ഇന്നലെ പഞ്ചാബ് സ്വന്തമാക്കിയത്. അതും അവരുടെ തട്ടകത്തിൽ പോയി 3-0 എന്ന സ്കോറിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നല്ല ഡിഫിക്കൽട്ടായിരിക്കും. മുംബൈ സിറ്റി നല്ലൊരു ടീമാണ്, അതിലുപരി അവരുടെ ഹോം മത്സരം കൂടിയാണ്. അങ്ങനെ തോൽപ്പിക്കാനാകുന്നത് നല്ലൊരു കാര്യമാണ്. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് മുമ്പ് നടന്ന മത്സരം, അതായത് മെനിഞ്ഞാന്ന് നടന്ന മത്സരത്തിൽ തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ഹൈദരാബാദിനെ ഒഡീഷ നേരിട്ടിരുന്നു. ഹൈദരാബാദിൻ്റെ ഹോം മത്സരമായിരുന്നു. മത്സരത്തിൽ 6-0 എന്ന വലിയൊരു സ്കോറിൽ തന്നെ ഒഡീഷ എഫ് സി 6-0 എന്ന വലിയ സ്കോറിൽ ഒഡീഷ എഫ് സി വിജയിച്ച് കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ആദ്യ ടീമായി ഒഡീഷ എഫ് സി മാറുകയാണ് ഉണ്ടായത് ആ മത്സരത്തോടു കൂടി. ഏതായാലും വലിയൊരു സ്കോറോട് കൂടിയാണ് ആ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വിജയിക്കാൻ സാധിച്ചത്. ദുർബലരായിപ്പോയി ഹൈദരാബാദ് എന്ന് തന്നെ പറയണം. ആ മത്സരത്തിൽ വളരെ കഷ്ടം തന്നെയാണ്. കാരണം അത്രയും വലിയൊരു സ്കോറിൽ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാനാവാതെ അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. ഈ 3 മത്സരങ്ങൾ, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മുതൽ ഇന്നലെ നടന്ന മത്സരം വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 മത്സരത്തിലും ക്ലീൻ ഷീറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് വിജയിച്ച ടീമുകൾ. എത്ര ഗോൾ സ്കോർ ചെയ്താൽ പോലും 3-0, 6-0 എന്ന സ്കോറിലാണ് വിജയിച്ച് കയറിയത് ടീമുകളെല്ലാം. ക്ലീൻ ഷീറ്റ് വിജയം തന്നെയാണ് അടുപ്പിച്ചുള്ള 3 മത്സരങ്ങളും ISL. ഏതായാലും മറ്റൊരു മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഹോം മത്സരമുണ്ട്. ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. മറ്റൊരു നിർണായകമായ മത്സരമാണ്. ആ മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് 4ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ 8ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ 11 പോയിൻ്റാണുള്ളത്. അടുത്ത മത്സരം വിജയിക്കാൻ സാധിച്ചാൽ 14 പോയിൻറ്റിലേക്ക് എത്താൻ സാധിക്കും. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കും. കഴിഞ്ഞ തോൽവികളെല്ലാം മറക്കാൻ സാധിക്കും. ആരാധകരെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് സാധിക്കും. അപ്പം ഈ മത്സരം വിജയം അനിവാര്യമാണ് നാളത്തെ മത്സരത്തിൽ. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി. താങ്ക്സ് ഫോർ വാച്ചിങ്.